ഇപ്പോൾ പത്മഭൂഷൺ പുരസ്കാരം നേടിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം മാധ്യമങ്ങളോട് സംസാരിക്കും. സംഭാവനകൾ നൽകുവാനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞു. അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് ഞാനിതിനെ കരുതുന്നു. ഞാൻ ചികിത്സിച്ച ഒത്തിരി രോഗികളുണ്ട്. എന്നെ സഹായിച്ച ഒത്തിരി ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രികളുമുണ്ട്, സമൂഹമുണ്ട്, മാധ്യമങ്ങളുണ്ട്. അവയവം ദാനം നൽകി കേരളത്തിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പ്രോത്സാഹിപ്പിച്ച ഒത്തിരി കുടുംബങ്ങളും വ്യക്തികളുമുണ്ട്. അവർക്കെല്ലാവർക്കും, പിന്നെ എന്നെ എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുടുംബം, അങ്ങനെ എല്ലാവർക്കും നന്ദി പറയാൻ വാക്കുകളില്ലാത്തൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഞാൻ വളരെ വിനയത്തോടു കൂടിയാണ് ഈ ബഹുമതിയെ സ്വീകരിക്കുന്നത്. ഈ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഹൃദയമിടിപ്പോടെ എല്ലാവരും കണ്ടതാണ്. നമ്മളൊക്കെ അതിനെ കാത്തിരുന്ന് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നീട് അതേ വ്യക്തിയിൽ തന്നെ വീണ്ടും മാറ്റിവെക്കുന്നു. അതൊക്കെ വളരെ ഈ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയാണത് നടക്കുക, നമ്മൾ കേരളത്തിൻ്റെ വൈദ്യശാസ്ത്ര രംഗത്തേക്ക് അത്ഭുതത്തോടെ താങ്കളുടെ പേരിനൊപ്പം ചേർത്ത് കണ്ട ആളുകളാണ്. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? കേരളം ആ രംഗത്ത് മുന്നേറുന്നുണ്ട്, അതിനൊരു അംഗീകാരമായി കൂടി തന്നെ ഇതിനെ കാണുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരിക്കൽ ഹൃദയം മാറ്റിവെച്ച രോഗിയിൽ വീണ്ടും ഹൃദയം മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്തിനുണ്ടായി. അത് 11 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതിനെ അതിജീവിച്ച ഗിരീഷ് ഇന്നും നമ്മളോടൊപ്പമുണ്ട്. അത് നമ്മളുടെ വൈദ്യശാസ്ത്ര രംഗത്തിന് വലിയൊരു വിജയമാണത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള അവയവദാനത്തിനുണ്ടായിട്ടുള്ള ഒരു കുറവും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ചില വ്യക്തികളുടെയും എല്ലാം തെറ്റായ പ്രചരണങ്ങളുമെല്ലാം നമ്മുടെ അവയവദാനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അത് വീണ്ടും പുനർജനിപ്പിക്കുവാനായിട്ട് നമ്മുടെ സർക്കാരും നമ്മുടെ സമൂഹവും മാധ്യമങ്ങളും ജനങ്ങളുമെല്ലാം മുന്നോട്ട്. ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷമാണ്.